+2 അതായത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് ശേഷം എൻജിനീയറിംഗ് ഡിപ്ലോമ ചെയ്യുകയാണ്. അതിനുശേഷം അല്ലെങ്കിൽ അതോടൊപ്പം ഏത് ഡിഗ്രിയാണ് പാരലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. സോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും +2വിന് ശേഷം നിങ്ങൾക്ക് എൻജിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഡിപ്ലോമ എൻജിനീയറിംഗിലേക്ക് പോകരുത് എന്നാണ് എൻ്റെ ഒരു സജഷൻ. അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് +2വിന് ശേഷം ബിടെക് എൻജിനീയറിംഗ് ആണ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയുള്ളൊരു ചോദ്യം, +2വിന് ശേഷം ഡിപ്ലോമ എൻജിനീയറിംഗ് 3 years ചെയ്യുന്നു, പാരലലി ഏത് ഡിഗ്രി ചെയ്യാം എന്നുള്ളത് ഒരു തെറ്റായ ചോദ്യം തന്നെയാണ്. കാരണം +2വിന് ശേഷം ഒബ്വിയസ്ലി യു ഷുഡ് ഗോ ഫോർ യുവർ ഗ്രാജുവേഷൻ ഡിഗ്രി കോഴ്സ്. എൻജിനീയറിംഗ് ആണ് താല്പര്യമെങ്കിൽ ബിടെക് ആണ്. അതല്ല 10th ശേഷമാണ് നിങ്ങൾക്ക് എൻജിനീയറിംഗ് താല്പര്യമെങ്കിൽ ഒബ്വിയസ്ലി അത് നിങ്ങൾക്ക് എൻജിനീയറിംഗ് ഡിപ്ലോമയിൽ കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. സോ അങ്ങനെ 10th ശേഷം നിങ്ങൾക്ക് 3 വർഷത്തെ എൻജിനീയറിംഗ് ഡിപ്ലോമ ചെയ്യാം. പിന്നീട് ഗ്രാജുവേഷൻ വേണമെങ്കിൽ ബിടെക് 4 വർഷത്തെ ബിടെക് സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് വഴി അഡ്മിഷൻ നേടി ബിടെക് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. സോ 10th കഴിഞ്ഞ് 3 വർഷം ഡിപ്ലോമ പ്ലസ് 3 വർഷം ബിടെക്, +2 കഴിഞ്ഞ് 4 വർഷത്തെ ബിടെക്. അതാണ് എൻ്റെ സജഷൻ. തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ മനസ്സിലാക്കി ചെയ്യുക. ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പാത്ത് സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ട് ചെയ്യുന്ന പാത്ത് അത് ഡിസേർവിംഗ് ആണോ അല്ലെങ്കിൽ അത് സ്യൂട്ടബിൾ ആണോ എന്ന കാര്യം കൂടി മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കുക.